Hi, in previous class we discussed consignment, its meaning, features of consignment business, difference between consignment and sales. Now I'm going to discuss the procedure of consignment transaction. Let's start. Procedure of consignment transaction. The consignor sends the goods to the consignee along with a pro forma invoice. For sending the goods, the consignor will have to incur certain expenses. When goods are sent to the consignor records the full details of the consignment transaction. Sometimes consignor may ask the consignee to deposit some amount of money as a security deposit or caution money in connection with the goods sent. This is in terms of advance. Such an advance may be in the form of cash, check or bill of exchange. കൺസൈനിക്ക് പ്രൊഫോമ ഇൻവോയ്സോട് കൂടിയിട്ട് കൺസൈനർ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു. അങ്ങനെ സെൻഡ് ചെയ്യുന്നതിന് കൺസൈനർക്ക് സർട്ടൻ എക്സ്പെൻസസ് ഇൻകർ ചെയ്യും, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതേപോലെ കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഈ കൺസൈൻമെന്റ് ട്രാൻസാക്ഷൻസിന്റെ റെക്കോർഡ്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൺസൈനർ റെക്കോർഡ് ചെയ്യുന്നു. ചില സമയങ്ങളിൽ കൺസൈനിയോട് സർട്ടൈൻ എമൗണ്ട് ഡെപ്പോസിറ്റ് ആയിട്ട്, അതായത് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് പിന്നെ കൺസൈനർ വാങ്ങാറുണ്ട് കൺസൈനിയുടെ അടുത്ത് നിന്ന്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസൈനർ അയാളുടെ റിസ്കിൽ അയാളുടെ സാധനമാണ് കൺസൈനിക്ക് സെൻഡ് ചെയ്യുന്നത്, അത് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു എന്താ പറയാ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വാങ്ങാറുണ്ട്. ആ ജസ്റ്റ് ഒരു അഡ്വാൻസ് എന്നതുപോലെ. അത് ക്യാഷ് ആവാം, ചെക്ക് ആവാം, അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഏത് ഫോമിൽ വേണമെങ്കിലും ആവാം. Then when goods are reached at the consignee's place, he will take the goods to his godown or shop. For this, the consignee also has to spend some money in respect of the consignment, such as unloading charges, godown rent, etc. അപ്പൊ ഇങ്ങനെ സാധനങ്ങൾ കൺസൈനിയുടെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാല് അത് ഗോഡൌണിലേക്കോ ഷോപ്പിലേക്കോ കൺസൈനി മാറ്റുന്നു. അപ്പൊ ഇങ്ങനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഈ കൺസൈൻമെന്റുമായി ബന്ധപ്പെട്ടിട്ട് കൺസൈനിക്ക് ചില എക്സ്പെൻസസ് ഉണ്ടാകാം. അതായത് ഈ വന്നിരിക്കുന്ന സാധനങ്ങൾ അൺലോഡ് ചെയ്യുന്ന ചാർജസ്, പിന്നെ ഗോഡൌണിൽ സൂക്ഷിക്കുന്നതിന് വരുന്ന ഗോഡൌൺ റെന്റ്, ഇതൊക്കെ ഇൻകർ ചെയ്യാം. These will be reimbursed later from the consignor. അപ്പൊ ഇങ്ങനെയുള്ള കൺസൈൻമെന്റുമായി ബന്ധപ്പെട്ടിട്ട് കൺസൈനിക്ക് ഉണ്ടായിരിക്കുന്ന എക്സ്പെൻസസ് പിന്നീട് എന്ത് ചെയ്യും, കൺസൈനർ തിരിച്ചു കൊടുക്കും. റീഇംബേഴ്സ് ചെയ്യപ്പെടുന്ന എക്സ്പെൻസസ് ആണ് ഇതൊക്കെ. ആഫ്റ്റർ റിസീവിംഗ് ദ ഗുഡ്സ്, ദ കൺസൈനി ട്രൈസ് ടു സെൽ ദം അറ്റ് ദ ബെസ്റ്റ് പോസിബിൾ പ്രൈസസ്. അപ്പൊ ഇങ്ങനെ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കൺസൈനി എന്ത് ചെയ്യും, പരമാവധി സാധനങ്ങൾ പിന്നെ എന്താ പറയാ വിൽപ്പന നടത്താൻ വേണ്ടി നോക്കുന്നു. After a certain period of selling a major portion of goods received by him, the consignee will remit the sale proceeds after deducting his expenses in respect of the consignment and his own commission to the consignor. അപ്പൊ ഇങ്ങനെ വിൽപ്പനയൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് പ്രൊസീഡ്സ് റെക്കോർഡ് ചെയ്തിട്ട് കൺസൈനി എന്ത് ചെയ്യും, കൺസൈനർക്ക് സെൻഡ് ചെയ്യും. ഈ സെയിൽസ് പ്രൊസീഡ്സിൽ വരുന്നത് ഈ കൺസൈനിക്ക് ഇൻകർ ചെയ്തിരിക്കുന്ന നേരത്തെ പറഞ്ഞിരിക്കുന്ന എക്സ്പെൻസസും പിന്നെ ഇങ്ങനെ വിൽപ്പന നടത്തിയതിന് ഇവരുടെ അഗ്രിമെന്റ് പ്രകാരം ഫിക്സ് ചെയ്തിരിക്കുന്ന കമ്മീഷൻ ഒക്കെ ഡിഡക്ട് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ട് ആണ് കൺസൈനർക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇത്തരത്തില് എമൗണ്ട് റെമിറ്റ് കൺസൈനർക്ക് റെമിറ്റ് ചെയ്യുന്നു കൺസൈനി. അതിന്റെ കൂടെ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അക്കൗണ്ട് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലായിരിക്കും ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുക. എത്ര സാധനങ്ങൾ ഈ കൺസൈനി വിറ്റിട്ടുണ്ട്, അവർക്ക് ഇൻകർ ചെയ്തിരിക്കുന്ന എക്സ്പെൻസസ് എത്രയാണ്, കമ്മീഷൻ എത്രയാണ് ചാർജ് ചെയ്തത് എന്നുള്ള വിവരങ്ങളൊക്കെ ഈ ഒരു അക്കൗണ്ട് സെയിൽസിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതാണ് പ്രൊസീജിയർ ഓഫ് കൺസൈൻമെന്റ് ട്രാൻസാക്ഷനിൽ പറയാനുള്ളത്. Now let's discuss the important terms used in consignment. First one is pro forma invoice. It is a statement prepared by the consignor and sent along with the goods to the consignee. It contains details about the goods sent, such as quantity and quality of goods sent, the price of the goods, expenses incurred by the consignor, etc.
അതായത് പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗുഡ്സ് കൺസൈനിക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് കൺസൈനർ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യും. ആ ഒരു സ്റ്റേറ്റ്മെന്റിന് പറയുന്ന പേരാണ് പ്രൊഫോമ ഇൻവോയ്സ്. അപ്പൊ ഈ പ്രൊഫോമ ഇൻവോയ്സിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര സാധനങ്ങൾ, അതിന്റെ ക്വാണ്ടിറ്റി, ഗുഡ്സിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ പ്രൈസ്, പിന്നെ അത് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസൈനർക്ക് ഇൻകർ ചെയ്തിരിക്കുന്ന എക്സ്പെൻസസ്, ഇതൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രൊഫോമ ഇൻവോയ്സസ് പ്രിപ്പയർ ചെയ്യുന്നത്. A proforma invoices look like an invoice, but it is not it is really not one. The word proforma means in the form of. It is only in the form of an invoice. അതായത് proforma invoice എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും look like an invoice, പക്ഷെ അത് എന്തല്ല, invoice അല്ല. പ്രൊഫോമന്റെ മീനിങ് വരുന്നത് ഇൻ ദ ഫോം ഓഫ് എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് അതൊരു ഇൻവോയ്സ് എന്നുള്ള ഒരു രൂപത്തിലേക്ക് വരുന്നത്, ഇൻവോയ്സിനെ പോലത്തത്. കാരണം ഇൻവോയ്സസിലാണല്ലോ സാധനങ്ങളുടെ ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് അതിന് എന്താ പറയാ, നമുക്ക് ഒരു ഇൻവോയ്സ് എന്നുള്ള രീതിയിൽ ആണ് ഈ പ്രൊഫോമ ഇൻവോയ്സ് ഉണ്ടാവുക. The object of proforma invoice is to convey information to consignee regarding particulars of the goods sent. അതായത് കൺസൈനർ സെൻഡ് ചെയ്തിരിക്കുന്ന ഗുഡ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കൺസൈനിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പ്രൊഫോമ ഇൻവോയ്സ്. അല്ലെങ്കിൽ പ്രൊഫോമ ഇൻവോയ്സിന്റെ ഉദ്ദേശം തന്നെ ഈ ഒരു വിവരം കൺസൈനിക്ക് അറിയിക്കുക എന്നുള്ളതാണ്. It helps the consignee to verify the goods actually received. അപ്പോൾ എന്താ കൺസൈനിക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് വെച്ചിട്ട് കൺസൈനിക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിലുള്ള ഗുഡ്സ് ഒക്കെ ഇയാൾ റിസീവ് ചെയ്തിട്ടുണ്ടോ, കൺസൈനിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് അൺലോഡിംഗ് ഒക്കെ നടത്തി ഗോഡൌണിലേക്ക് മാറ്റുന്ന സമയത്ത് കൺസൈനിക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്രൊഫോമ ഇൻവോയ്സസിന്റെ ഗുണം. ഏകദേശം ഇതുപോലെയാണ് ഒരു പ്രൊഫോമ ഇൻവോയ്സ് ഉണ്ടാവുക. Then the second term is account sales. It is a statement prepared by the consignee and sent to the consignor periodically. It contains informations like quantity of goods sold on cash and on credit, price realized, expenses incurred by consignee, his commission, any advance sent to consignor and balance due to the consignor, etc. അതായത് അക്കൗണ്ട് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a statement. ആരാ പ്രിപ്പയർ ചെയ്യുന്നത്? prepared by consignee. ആർക്ക് വേണ്ടിയിട്ട്, ആർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്? and sent to the consignor periodically. അതായത് കൺസൈനർ സാധനങ്ങൾ സെൻഡ് ചെയ്ത് കൺസൈനി എന്ത് ചെയ്യും, അയാളുടെ പ്ലേസിൽ ഈ ഗുഡ്സ് ഒക്കെ വിൽക്കുമല്ലോ. അപ്പൊ അങ്ങനെ വിറ്റതിന് ശേഷം ഈ വിൽപ്പന നടത്തിയതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് പീരിയോഡിക്കലി കൺസൈനർക്ക് സെൻഡ് ചെയ്യും. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ആ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് അക്കൗണ്ട് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെയാ ഈ വിവരങ്ങൾ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാല് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് സോൾഡ്, അത് ക്യാഷിനായാലും ക്രെഡിറ്റിനായാലും എത്രയൊക്കെ സാധനങ്ങൾ വിറ്റിട്ടുണ്ട്, ക്യാഷിന് എത്ര വിറ്റിട്ടുണ്ട്, ക്രെഡിറ്റിന് എത്ര വിറ്റിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത്, അതായത് ഇങ്ങനെ സെയിൽസ് നടത്തിയിട്ട് ലഭിച്ചിരിക്കുന്ന എമൗണ്ട്, പിന്നെയോ ഈ ഇങ്ങനെ വിൽപ്പന നടത്താൻ വേണ്ടി കൺസൈൻമെന്റ് സെയിൽ നടത്താൻ വേണ്ടിയിട്ട് കൺസൈനിക്ക് ഇൻകർ ചെയ്തിരിക്കുന്ന എക്സ്പെൻസസ്, അയാൾക്ക് ചാർജ് ചെയ്തിരിക്കുന്ന കമ്മീഷൻ, വിൽപ്പന നടത്തുന്നതിന് എഗ്രിമെന്റ് പ്രകാരം ഫിക്സ് ചെയ്തിരിക്കുന്ന കമ്മീഷൻ എത്രയാണ്, പിന്നെ മുൻകൂട്ടി എന്തെങ്കിലും അഡ്വാൻസ് കൺസൈനർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അഡ്വാൻസ് സെൻഡ് എന്ത് ചെയ്യും, പിന്നെ റെക്കോർഡ് ചെയ്യും, ലെസ് ചെയ്യാണ് ചെയ്യുക. എന്നിട്ട് ബാലൻസ് എത്രയാണ് കൺസൈനർ കൊടുക്കാനുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് അക്കൗണ്ട് സെയിൽസ് എന്ന് പറയുന്നത്. ഇതുപോലെയാണ് ഏകദേശം അക്കൗണ്ട് സെയിൽസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതുപോലെയാണ്. അപ്പൊ ഇത് കൺസൈനി വിറ്റിരിക്കുന്ന സാധനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ്. ഗ്രോസ് സെയിൽസ് എത്രയാണെന്ന് റെക്കോർഡ് ചെയ്യുന്നു. അതിൽ നിന്നും കൺസൈനിക്ക് ഇൻകർ ചെയ്തിരിക്കുന്ന എക്സ്പെൻസസ്, ലോഡിംഗ് അൺലോഡിംഗ് ചാർജസ്, സ്റ്റോറേജ് ആൻഡ് ഇൻഷുറൻസ്, പിന്നെ ചാർജ് ചെയ്തിരിക്കുന്ന കമ്മീഷൻ, അതായത് ഇങ്ങനെ കൺസൈൻമെന്റ് സെയിൽ നടത്തുന്നതിന് ഫിക്സ് ചെയ്തിരിക്കുന്ന കമ്മീഷൻ ഒക്കെ ചാർജ് ചെയ്ത് ആ ഒരു എക്സ്പെൻസസ് ഒക്കെ മൈനസ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, കാണിക്കുന്നു. കൂടാതെ എന്തെങ്കിലും അഡ്വാൻസ് കൺസൈനർക്ക് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഡ്വാൻസ് കൂടി മൈനസ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് ആണ് ബാലൻസ് സെന്റ് ബൈ ബാങ്ക് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ബാലൻസ് ഡ്യൂ ടു ദ കൺസൈനർ. കൺസൈനർക്ക് ബാലൻസ് കൊടുക്കാനുള്ള ബാലൻസ് ആണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ഇതാണ് ഏകദേശം ഒരു അക്കൗണ്ട് സെയിൽസിന്റെ ഫോർമാറ്റ്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻവോയ്സ് ആൻഡ് അക്കൗണ്ട് സെയിൽസ്. Account sale is not the same as invoice. Invoice means the details of goods sold on credit and the price charged. The important differences between account sales and invoices are: account sale is prepared and sent by the consignee to the consignor. Account sale prepare ചെയ്യുന്നത് consignee ആണ്, send ചെയ്യുന്നത് consigner ക്കാണ്.
while invoices is prepared and sent by the seller to the buyer. Invoices prepare ചെയ്യുന്നതും send ചെയ്യുന്നതും seller ആണ്, ആർക്ക് വേണ്ടിയിട്ട്? ബയർക്ക് വേണ്ടി. Then account sale is prepared in connection with the sale of goods received under consignment. Account sale prepare ചെയ്യുന്നത് consignment saleമായി ബന്ധപ്പെട്ടിട്ട് goods receive ചെയ്യുമ്പോഴാണ്. Account sale is prepared in connection with the sale of goods consignment sale receive ചെയ്തിരിക്കുന്ന goods sale ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു account sale prepare ചെയ്യുന്നത്. But invoices is the bill prepared in connection with the credit sale of goods. Credit sale നടക്കുന്നതുമായി ബന്ധപ്പെട്ട് prepare ചെയ്യുന്ന bill ആണ് invoice എന്ന് പറയുന്നത്. In account sale, all expenses incurred by the consignee in respect of the consignment and the commission of the consignee are deducted, whereas there are added in the invoices. അതായത് കൺസൈൻമെന്റില് അക്കൗണ്ട് സെയിൽസില് കൺസൈൻമെന്റുമായി ബന്ധപ്പെട്ട് ഇൻകർ ചെയ്തിരിക്കുന്ന കൺസൈനിക്ക് ഇൻകർ ചെയ്തിരിക്കുന്ന എക്സ്പെൻസസ് ഒക്കെ ഇൻക്ലൂഡിങ് കമ്മീഷൻ ഒക്കെയും ഡിഡക്ട് ചെയ്തിട്ടാണ് കാണിക്കുക. പക്ഷെ ഇൻവോയ്സസിൽ ഇത്തരത്തിലുള്ള ഡിഡക്ഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. മീൻസ് ഇത്തരത്തിലുള്ള എക്സ്പെൻസസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ്, ഡിഡക്ഷൻസ് അല്ല എക്സ്പെൻസസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കാണിക്കുക. ഓക്കെ, ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവോയ്സ് ആൻഡ് അക്കൗണ്ട് സെയിൽസിൽ പറയാനുള്ളത്. ലെറ്റ്സ് സീ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ അക്കൗണ്ട് സെയിൽ ആൻഡ് സെയിൽ അക്കൗണ്ട്. അക്കൗണ്ട് സെയിലും സെയിൽ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അക്കൗണ്ട് സെയിൽ ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് സെയിൽ അക്കൗണ്ട്. അക്കൗണ്ട് സെയിൽ ഇസ് ദ സ്റ്റേറ്റ്മെന്റ് prepared and sent by the consignee to the consignor stating the description of goods sold, expenses incurred, commission charged, balance due to consignor, etc. അതേസമയം സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് it provides only the summary of sales made. സെയിൽസ് നടന്നതിന്റെ സമ്മറിയാണ് സെയിൽസ് അക്കൗണ്ടിൽ ഉണ്ടാവുക. അക്കൗണ്ട് സെയിൽസിൽ പറഞ്ഞു കൺസൈനി പിന്നെ എത്ര ഗുഡ്സ് വിറ്റിട്ടുണ്ട്, അതിന് ഇൻകർ ചെയ്തിരിക്കുന്ന ചാർജസ് എന്തൊക്കെയാണ്, കമ്മീഷൻ എത്രയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതാണ് അക്കൗണ്ട് സെയിൽ എന്ന് പറയുന്നത്. It is sales account is an account kept in the ledger showing total value of sales effected during a period. It does not contain any information other than total sales. But the account sale contains details regarding expenses, commission, balance due to the consignor, etc. in addition to sales made on consignment. ഇതാണ് sales account ഉം account sale ഉം തമ്മിലുള്ള differences. Next important term used in consignment account is commission. For selling goods on behalf of the consignor, the consignee is entitled to get commission, which is generally a fixed percentage of gross sales proceeds. എത്ര സെയിൽസ് നടന്നു എന്നതിന്റെ ബേസിസിൽ certain percentage കൺസൈനിക്ക് കൺസൈനർ എന്ത് ചെയ്യും, കമ്മീഷൻ കൊടുക്കും. ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. കമ്മീഷൻ മേ ബി ഓഫ് 3 types. They are ordinary commission, deliberatory commission and overriding commission. 3 തരത്തിലുള്ള കമ്മീഷൻ ആണുള്ളത്. അതിൽ ഓർഡിനറി കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലെസ് അതർവൈസ് മെൻഷൻ കമ്മീഷൻ മീൻസ് ഓർഡിനറി കമ്മീഷൻ. അതായത് പ്രത്യേകമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ആ ഒരു പിന്നെ കൺസൈൻമെന്റ് എഗ്രിമെന്റിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഓർഡിനറി കമ്മീഷൻ ആയിരിക്കും. ഓർഡിനറി കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് യൂഷ്വലി കാൽക്കുലേറ്റഡ് ആസ് എ പെർസെന്റേജ് ഓഫ് സെയിൽസ് മെയ്ഡ് ബൈ ദ കൺസൈനി. കൺസൈനി വെച്ചിരിക്കുന്ന ആ ഒരു സെയിൽസിന്റെ എമൗണ്ട് ഉണ്ടാവുമല്ലോ, ഗ്രോസ് സെയിൽ പ്രൊസീഡ്സ്, അതിന്റെ മേലെ ഫിക്സ് ചെയ്തിരിക്കുന്ന കമ്മീഷനെയാണ് ഓർഡിനറി കമ്മീഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് കമ്മീഷൻ ഇസ് deliberatory commission. That is an additional commission given to the consignee for bearing the risk of bad debt arising out of credit sale of consignment goods. Credit sale consignee നടത്തുമല്ലോ, അപ്പൊ അതിനെ അത് ബിയർ ചെയ്യാൻ റിസ്ക് ബിയർ ചെയ്യുന്നതിന് അഡീഷണൽ ആയിട്ടൊന്ന് കൊടുക്കുന്ന കമ്മീഷനെയാണ് deliberatory commission എന്ന് പറയുന്നത്. Deliberatory commission is generally calculated on the total sales and not merely on credit sale unless otherwise stated specifically. Then the third is overriding commission. It is an extra commission in addition to normal commission. This commission is generally offered for pushing or promoting a new product in the market or for winning a new market. ഒരു പുതിയ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വിൽപ്പന നടത്തുന്നതിന് കൺസൈൻമെന്റ് കേസിൽ ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് ഓവർ റൈഡിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. നോർമൽ കമ്മീഷന് പുറമെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്ന കമ്മീഷനെയാണ് ഓവർ റൈഡിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. These are the 3 types of commission. They are ordinary commission, deliberatory commission and overriding commission. These are all about today. Thank you.